കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത്. ചതി, നിനക്കെതിരെ ഒരു റേപ്പ് കേസ് വമ്പൻ ചതിയാണ്. ക്ലൈമാക്സ് അല്ല, നീ ഞാനും കുറച്ചു നാൾ മുന്നേ റിലേഷൻഷിപ്പിലല്ലായിരുന്നോ? അന്ന് വിവാഹ വാഗ്ദാനം നൽകി നീ എന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞു. ശരി, അതിനങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ലേ? ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും. എടാ, നമ്മളുടെ റിലേഷൻഷിപ്പ് ഇരുന്നോ രണ്ടുപേരും സമ്മതിച്ചിട്ടല്ലേ? അത് നീ വേണ്ട വേണ്ടെന്ന് തമാശക്കല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഞാൻ ചാറ്റ് വായിച്ചേ. ഒന്ന് ഇരുത്തി വായിച്ച എല്ലാവർക്കും മനസ്സിലാവും അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് വെച്ചൊരു കേസ് കൊടുക്കാം. എടാ, റിലേഷൻഷിപ്പ് നടത്തിയ നീയല്ലേ, ഞാൻ കാല് പിടിച്ചില്ലേ? ഞാൻ അറിഞ്ഞോ നീ വലിയ ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി ഒക്കെ ആവുന്നു. അപ്പൊ പിന്നെ ചുമ്മാ ഒരു കേസ് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പേരും വെളി വരത്തില്ല. അങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഇടയിലുണ്ട്. ഷെറിൻ, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്താ വേണ്ട ശരിക്കും? എന്താ ചോദിക്കാത്തേന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. 30 ലക്ഷം രൂപ വേണേ പിന്നെ ചോദിച്ചോളാം, സമയം കിടക്കുമല്ലേ. 30 ലക്ഷം? നീ തന്നെ ആലോചിച്ച് നോക്ക്. കാശാണോ വലുത്, അതോ നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫെയിം ആണോന്ന്? ഒരു മിനിറ്റ്. ഹലോ, നീ എന്തൊക്കെയായി ലൈവ് കിടന്ന് വിളിച്ചു പോകുന്നേ? ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നീ പറയുന്ന നാട്ടുകാർ മൊത്തം കേട്ട്. അല്ല, നിനക്കെതിരെ ഒരു റേപ്പ് കേസ് കൊടുത്താലോ? 30 ലക്ഷം രൂപ. ഹലോ ഗൈസ്, അപ്പൊ ഇതെന്റെ എക്സ് ആണ്. കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പേടിക്കാതെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്ത ഇതുപോലത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഇപ്പൊ ഇത് കേസ് കാണിട്ടാണ്.